ഇത് പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നു. നമ്മൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് അരിയും കൊടുത്ത് സഹായിക്കണം. അസ്സലാമലൈക്കും ഗൈസ്. അപ്പൊ നമ്മള് ബിരിയാണി റൈസ് ചലഞ്ച് ഡേ 7 ഉബൈദിന്റെ അത്രക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ടാവണത് നമ്മൾ ചെയ്യും. എന്തായാലും നമ്മളെ ഈ ചെമ്പട്ടി എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഫുൾ ആയിക്കണം. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പൊ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഓരോ ഫോളോവറിന് ഓരോ ഗ്രാം വീതം നമ്മൾ ഈ ചെമ്പട്ടിയിൽ നിറച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ പെരുന്നാളിന്റെ തലേ ദിവസം നിങ്ങളുടെ പേരിൽ ഓരോ കിലോ വെച്ച് കണ്ട് പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയത് 1085 ഫോളോവേഴ്സ് ആണ്. അതിന്റെ 1085 ഗ്രാമാണ് ഇത്. പിന്നെ നമുക്ക് 2 കിലോന് സ്പോൺസർ ചെയ്താണ് അത് തീക്കിട്ടാണ് രണ്ടൂടെ. അപ്പൊ രണ്ടും നമ്മൾ ഇട്ടിക്കണ്. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഫോളോവേഴ്സിനാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ മുമ്പ് കുറെ വീഡിയോസ് ചെയ്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല റീച്ചുള്ളതാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ ഇടാത്തത് പറഞ്ഞാൽ റമദാൻ ആയതുകൊണ്ടാണ്. റമദാൻ നമ്മളൊരു നല്ല കാര്യം ചെയ്യാന്നുള്ള മാത്രം ഉദ്ദേശം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എനിക്ക് മറ്റു വീഡിയോസ് തന്നെ ഇട്ട് അത്യാവശ്യം നല്ല റീച്ചുള്ളതാണ്, ഫോളോവേഴ്സും കയറുന്നതാണ്. നമ്മൾ ഏയ്സ് ബിരിയാണി ചലഞ്ച് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ സമൂഹത്തിൽ കുറെ ആൾക്കാർക്ക് സഹായം ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ചിലവർക്ക് സമയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, ചിലവർക്ക് പൈസന്റെ ബുദ്ധിമുട്ടുണ്ടാവും, ചിലവർക്ക് ഇത് എവിടേക്ക് എത്തിക്കണ്ടേ എന്നുള്ള അറിയാത്തവരുണ്ടാവും. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചലഞ്ചില് നിങ്ങൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഫോളോവേഴ്സിനും വാല്യൂ ഉണ്ട്. അപ്പൊ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞങ്ങള്. അപ്പൊ നമുക്ക് റമദാൻ 7 ദിവസം പാടി ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ചെമ്പും ഫുള്ളാക്കാൻ പറ്റട്ടെ, അടുത്ത ചെമ്പും പാടി എടുക്കാൻ പറ്റട്ടെ, കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ കഴിയട്ടെ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.